ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. 2-3 വറ്റൽ മുളകും കുറച്ച് കരിവേപ്പിലയും ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി അച്ചിങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. മെഴുക്കുവരട്ടിക്കായതുകൊണ്ട് കുറച്ച് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യാം. എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. അച്ചിങ്ങ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ചുപോലും വെള്ളം ചേർക്കുന്നില്ല. ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അച്ചിങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് മസാലയുടെ അളവും മാറ്റാം. അങ്ങനെ നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. കുത്തരി ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് അച്ചിങ്ങ മെഴുക്കുവരട്ടിയും മോര് കറിയും. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.